സമാധാനം, ആനന്ദം തോന്നുന്നവരൊന്ന് കൈ ഉയർത്തി. ഹൃദയത്തിൽ വലിയ ആനന്ദം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ദൈവം നമ്മളോട് കൂടെയാണ്. ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുന്നു. നമുക്കിനി ഒന്നിനും ഒരു കുറവില്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ പോലെയുള്ള ഒരു വ്യക്തിയായിട്ടാണ്. മറ്റൊരു സൃഷ്ടിയിലും ഈ വ്യക്തിത്വം ദൈവം കൊടുത്തിട്ടില്ല. ഇതെന്തിനാണ്? നമ്മളും ദൈവവുമായിട്ട് ഒന്നാകുന്നതിന് വേണ്ടിയാണ്. ദൈവം എന്ന വ്യക്തി, നമ്മൾ എന്ന വ്യക്തി. കണ്ടോ? വലതുവശം ദൈവം. ഒന്ന് വലതുവശം വലത് കൈ ഉയർത്തി. ദൈവം. ഇടതുവശം നമ്മൾ. ഈ നമ്മളും ദൈവവുമായിട്ട് ഇങ്ങനെ ചേരുന്നതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളും ദൈവം. ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ OCDയുടെ മുഴുവൻ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ രഹസ്യം ഈ ഇൻഡ്വെല്ലിംഗ് ദൈവം, ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അമ്മ ത്രേസ്യായുടെ ആഭ്യന്തര ഹർമ്മങ്ങളിലും യോഹന്നാൻ ക്രൂസിന്റെ ഇരുണ്ട രാത്രികളിലും കർമ്മല മലകയിൽ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഇതാണ്. ഇതിൻ്റെ വലിയ അനുഭവത്തിലാണ് അവരെല്ലാം സ്നേഹജ്വാലയായി മാറിയ അനുഭവം. ആ വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ പ്രേമഗീതമുണ്ട്, ദൈവത്തെ കുറിച്ചുള്ള ആ സ്നേഹഗീതം. അതിനകത്ത് മുഴുവനും പ്രതിപാദിച്ചിരിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ ആത്മീയ തരംഗം, ആ സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ, ദൈവ മനുഷ്യരുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ വലിയ മേഖലകളാണ്. നമുക്ക് അതിൻ്റെ ഏറ്റവും ഉജ്ജ്വല അനുഭവമായ ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇതാണ് തുടങ്ങുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. നമ്മോട് കൂടെയുള്ള ആ ദൈവത്തെയും ആ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളെയും കുറിച്ച് നമ്മൾ പൂർണ്ണമായി അവബോധത്തോടെ അനുഭവിച്ചുകൊണ്ട് നമ്മൾക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം.